അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര രുക്കുവിനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ തൊപ്പി തെറിക്കാൻ വേണ്ടി മാത്രമാണ് രുക്കു ഞാനിത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിനാകെ മൊത്തം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതേസമയം അച്ചു ആകെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അച്ചു വന്നതും ചോദിക്കും, എന്തായി ചന്ദ്രേച്ചി കിട്ടിയോ എന്ന് ചോദിക്കും. ഇല്ല, കിട്ടിയിട്ടില്ല. അവരെവിടെ പോയി ഒളിച്ചിരുന്നാലും ശരി അവരെ ഞാൻ പൊക്കിയിരിക്കും. പക്ഷേ കേസ് ഇതല്ല, ഇതിനപ്പുറം ആകും എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കു ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ട് അച്ഛനോട് പറയണേ, നിനക്കേ പോലീസ് സ്റ്റെപ്പ് തലയിൽ കയറിയപ്പോൾ നിനക്ക് ആകെ മൊത്തം ആളെ ഒന്നും അറിയാതായി, നിനക്കതിനൊരു അഹങ്കാരമായി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ പുച്ഛത്തോട് കൂടിയിട്ടാണ് പറയണത്, നീ ചന്ദ്രേച്ചിയെ പിടിക്ക് എന്നിട്ട് നമുക്ക് കാണാമെന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അച്ചു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവരെ പിടിച്ചിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന ശേഷം അർച്ചനയും രമ്യയും മഞ്ജുവും ഒക്കെ ഉണ്ടാകും. എന്തായി ചന്ദ്രേച്ചി കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ രുക്കുവിനോട് അവർ ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കും. അച്ചു എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ചന്ദ്രേച്ചി എവിടെയാണെന്നേ അറിയില്ല എന്നിങ്ങനെ പറയും. അതേസമയം അർച്ചന പറയുന്നുണ്ട്, അവരെവിടെ പോയി ഒളിച്ചിരുന്നാലും അവരെ എന്തായാലും പിടിച്ചിരിക്കും. കാരണം അവർ പോയി ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയും. അച്ചുവിൻ്റെ ജോലി പോകണം, അതുമാത്രമാണ് അവരുടെ ആവശ്യം. പക്ഷേ ഒരിക്കലും അത് നടക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും എൻ്റെ അനിയൻ്റെ തൊപ്പി ഒരിക്കലും തെറിക്കരുത്, അവരെ എന്തായാലും കണ്ടെത്തണം പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ചന്ദ്ര എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അർച്ചനയ്ക്കാണ് അറിയുക. അതിനുശേഷം അർച്ചന അത് അച്ചുവിനോട് വന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അച്ചു ചന്ദ്രയെ അറസ്റ്റ് ചെയ്യുകയാണ്, വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. കേസ് 2 കേസും കൂടി ആവും, പോലീസുകാരെ ഉപദ്രവിച്ചു എന്നുള്ള കേസും കൂടി ആവും കേട്ടോ. അങ്ങനെ വിജയശങ്കർ ആകെ മൊത്തം അർച്ചനയുടെ മുമ്പിൽ നാണം കെട്ടു പോവുകയാണ് കേട്ടോ. അർച്ചന വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഈ പണി വെച്ചത് നിങ്ങളുടെ ഭാര്യ, പക്ഷേ എൻ്റെ അനിയനെ ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ഈ ചേച്ചി ഇരിക്കുന്നിടത്തോളം കാലം എന്ന് വിജയശങ്കറിനോട് അർച്ചന പറയണം കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.